ഈ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ ഈ ലൈറ്റെല്ലാം ഇവിടുന്ന് ഓഫാക്കി കൊണ്ടുപോകണം. കാരണം ഈ ലൈറ്റ് ഓഫാക്കി കൊണ്ടാൽ ഇതിന്റെ അടിയിൽ ഒരു ഫോട്ടോ വരും, ഉണ്ണിത്താൻ രാജ്മോഹൻ ഉണ്ണിത്താൻ MP വികസന പദ്ധതി എന്ന് പറഞ്ഞ് അവിടെയും ഹൈമാസ് ലൈറ്റ് കൊണ്ടുവന്നു. ഈ നാടിനകത്ത് ഒരു വികസന പ്രവർത്തനം നടത്താനാവാതെ ഇങ്ങനെ അധപ്പതിച്ച് നിൽക്കുമ്പോൾ പുതിയോട്ടയിലും 2-3 സ്ഥലത്ത് ഈ വികസന ഹൈമാസ് ലൈറ്റിലാണ്ട് മറ്റൊന്നും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഒന്ന്, ഈ സ്ഥലത്തിന്റെ പേര് അലാമിപ്പള്ളി എന്നുള്ളതാണ്. തൊട്ടടുത്ത സ്ഥലത്തിന്റെ പേര് കോവിൽപ്പള്ളിയാണ്. കോവിൽപ്പള്ളി വിഷ്ണുമൂർത്തി തെയ്യം അവിടെ മഞ്ഞോട്ട് അമ്പലത്തിൽ തെയ്യം നടക്കുമ്പോൾ ആ തെയ്യം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവിടെ തൊട്ടടുത്തുള്ള പള്ളി കമ്മിറ്റിയിൽ നിന്ന് ആളുകൾ വരും. അങ്ങനെ മതസാഹോദര്യത്തിൻ്റെ നാടാണ് ഈ നാട്. ആ നാടിനകത്ത് കോവിൽപ്പള്ളിയെ കൊവ്വൽ ക്ഷേത്രവും അലാമിപ്പള്ളിയെ അലാമി കൊവ്വൽ എന്ന് പറഞ്ഞ് ഇവിടെ വർഗീയ കാടിറക്കാൻ വേണ്ടി 4 വോട്ട് പിടിക്കാൻ വേണ്ടി സുരേന്ദ്രൻ ശ്രമിക്കുമ്പോൾ കെട്ടിവെച്ച കാശ് പോലും കഴിഞ്ഞ തവണത്തെ വോട്ട് പോലും അവർക്ക് കിട്ടൂല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദേശീയപാതയെക്കുറിച്ച് നേരത്തെ സംസാരിച്ചല്ലോ. ദേശീയപാതയിൽ വലിയ ഇടപെടലാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടെന്നാണ് പറഞ്ഞത്. ഈ രാജ്യത്ത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ വിഹിതം എടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ആ വികസനത്തിന് വേണ്ടി ദേശീയപാതയ്ക്ക് വേണ്ടി 2016 ഓഫീസ് പൂട്ടിയിട്ട് പോയ ആൾക്കാരാണ്. ആ ആളുകളെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് വികസനം നടപ്പിലാക്കി കൊണ്ടുവന്നത് ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയന്റെ ആർജവമാണ്. ഇവിടെ കുളിയങ്കാലം മുതൽ നമ്മുടെ കേരളം മുഴുവനും കാണുന്ന ഈ ദേശീയപാത എന്ന് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്.